ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1 കപ്പ് വെള്ളമാണ്. ഈ വെള്ളമൊക്കെ ഇങ്ങനെയൊന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇനി വെള്ളമൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. 1-2 മിനിറ്റ് നേരം തന്നെ മതിയാകും. അപ്പോഴേക്കും തന്നെ നമുക്കിത് നന്നായിട്ട് മിക്സായി കിട്ടും. നല്ലപോലെ മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് 10 മിനിറ്റ് നേരം ഇതൊന്ന് മൂടി വയ്ക്കുകയും കൂടെ ചെയ്യാം. ഞാൻ ഈ മാവ് മൂടി വെച്ചിട്ട് ഇപ്പോൾ 10 മിനിറ്റായി. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊന്ന് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തേ ഉള്ളൂ. ഈ മാവ് നമ്മൾ ഒത്തിരി സമയം കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുകയൊന്നും വേണ്ട. ഇത് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ചാക്കി എടുത്താൽ തന്നെ മതിയാകും. നമുക്കിത് ബോൾസാക്കി എടുക്കാനായിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ബോൾസ് ആക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ ഇത് ആകെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ചൊന്ന് ഓയിൽ തൂത്ത് കൊടുത്തിട്ട് ബോൾസാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അതുപോലെ ഒത്തിരി വലിയ ബോൾസ് ആക്കിയിട്ട് എടുക്കരുത്. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയാക്കുമ്പോഴാണ് കഴിക്കാനായിട്ടൊന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് എല്ലാം തന്നെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞി ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നല്ല രുചിയുള്ള പലഹാരമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ചാനലിൽ കുറേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. കണ്ടില്ലേ, എല്ലാം തന്നെ ഞാനിവിടെ ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തിട്ട് എടുക്കാനായിട്ടുള്ളതാണ്. ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ ഇത് വേവിച്ചിട്ടെടുക്കണത്. ഞാൻ ഈ ബോൾസൊക്കെ ഒരു വട്ടയിലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് വേവിച്ചിട്ടെടുക്കണത്. ഇങ്ങനെ വട്ടയിലയിലൊക്കെ കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിന് ഒത്തിരി നല്ലതാണേ. വട്ടയില ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് വാഴയില എടുത്തോളൂ. ഇനിയിപ്പോൾ വാഴയിലയും വട്ടയിലയും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ സ്റ്റീം ചെയ്തെടുക്കില്ലേ, അതേപോലെ തന്നെ ചെയ്തിട്ടെടുത്താൽ മതി. ഇനി ഇത് മൂടി വെച്ച് 10 മിനിറ്റ്. അപ്പോഴേക്കും നമുക്കിതൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഞാനിത് വേകാനായിട്ട് വെച്ചിട്ടിപ്പോൾ 10 മിനിറ്റായി. നമുക്കിത് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് ചെറുപയർ പരിപ്പാണ് കേട്ടോ. ഞാൻ 1/4 കപ്പ് ചെറുപയർ പരിപ്പ് അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണിത്. ഇനി ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടല്ല ഇത് അരച്ചെടുക്കേണ്ടത്. ഇത് നമ്മൾ കുതിർത്ത് വെക്കുന്ന സമയത്ത് ചെറിയൊരു നനവൊക്കെ ഉണ്ടാവില്ലേ, ആ നനവ് കൊണ്ട് തന്നെ നമുക്കിത് അരഞ്ഞു കിട്ടും. ഇത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതും ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാനുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും നല്ലൊരു ടേസ്റ്റ് കൂടെ കിട്ടാനായിട്ട് കുറച്ച് കാഷ്യൂസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കശുവണ്ടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കണത് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് കേട്ടോ. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ 1-2 മിനിറ്റ് നേരം നല്ലപോലെ ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചെറുപയർ പരിപ്പിൻ്റെ മിക്സില്ലേ, അതാണേ. ഇനി ഇത് 2-3 മിനിറ്റ് നേരം നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോഴേക്കും നമ്മൾ ഈ ചേർത്തിട്ടുള്ള ചെറുപയർ പരിപ്പില്ല, ഇത് നമുക്ക് നല്ലോണം ഡ്രൈ ആയിട്ട് കിട്ടും. നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ഒത്തിരി വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കാനായിട്ടൊക്കെ നല്ല പാടായിരിക്കും. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 കപ്പ് തേങ്ങ ചിരുകിയതും കൂടെ ചേർത്ത് കൊടുക്കണമുണ്ട്. നമ്മളിങ്ങനെ ചെറുപയർ പരിപ്പും തേങ്ങയൊക്കെ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയാക്കണ സമയത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മഞ്ഞ കളർ കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1/4 ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇത് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം.
5 മിനിറ്റ് തന്നെ വെച്ചാൽ മതിയാകും, കൂടുതൽ സമയമൊന്നും വെക്കണ്ട. ഇനി ഇതിലേക്ക് ചേർക്കണത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബോൾസ് ഇല്ലേ, ഇതാണേ. ഒരു രക്ഷയുമില്ല, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ ഇത്. സമയമൊക്കെ കിട്ടുമ്പോൾ ഒരു തവണയിലും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. ഇനി ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയില അതാ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം 2-3 മിനിറ്റ് നേരം കൂടെ മൂടി വെച്ച് കുക്ക് ചെയ്തിട്ടെടുക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ദാ ഇത്രേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു പലഹാരം. നല്ല പുളിരസമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് കഴിക്കാനായിട്ട് നമുക്കങ്ങനെ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള കുഞ്ഞു കുഞ്ഞു ചേരുവകൾ മാത്രം പോരെ ഇത് തയ്യാറാക്കാനായിട്ടും. ഇഷ്ടമായി കഴിഞ്ഞാൽ നല്ല രുചിയുള്ള ഈ ഒരു പലഹാരം ഒരു തവണയിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക്